പെരുമൺ എഞ്ചിനീയറിംഗ് കോളേജ് കോമ്പൗണ്ടിൽ തുമ്പൂർമുടി മോഡൽ മാലിന്യ സംസ്കരണ സംവിധാനം സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട പരാതികൾ അടിസ്ഥാനരഹിതമാണെന്ന് പനയം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ കെ രാജശേഖരൻ വാർത്താസമ്മേളനത്തിലാണ് ഇദ്ദേഹം ഇക്കാര്യം പറഞ്ഞത്. പെരുമൺ എഞ്ചിനീയറിംഗ് കോളേജിന്റെ മാലിന്യ സംസ്കരണ ആവശ്യങ്ങൾക്കായി ഏറ്റെടുത്ത പ്രോജക്റ്റുകൾ പൊതു ആവശ്യത്തിനുള്ളതും ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്നുമുള്ള മാലിന്യം സംസ്കരിക്കുവാൻ തീരുമാനിച്ചിട്ടുള്ളതുമാണെന്നുള്ള തെറ്റായ വാർത്ത സമൂഹത്തിനിടയിലും കോളേജ് ഗ്രാമപഞ്ചായത്ത് പൊതുവിദ്യാർത്ഥികൾക്കിടയിലും വ്യാപകമായ പ്രചരണം നിലവിലുണ്ട്. ചിറ്റുമല ബ്ലോക്ക് പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ ഡംബിൾ ചേംബർ ഇൻസിനറേറ്റർ സ്ഥാപിക്കലെന്ന പ്രോജക്റ്റിനായി പെരുമൺ പ്രദേശത്ത് വസ്തു കണ്ടെത്തുന്നതിനായി ബ്ലോക്ക് പഞ്ചായത്ത് നടത്തിയ നീക്കങ്ങൾ ഗ്രാമപഞ്ചായത്തിന്റേതായി ചിത്രീകരിക്കുകയും പ്രോജക്ടിന്റെ ഭാഗമായുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഭാഗമായ പ്രോജക്റ്റാണ് പെരുമൺ എഞ്ചിനീയറിംഗ് കോളേജ് പരിസരത്ത് ഗ്രാമപഞ്ചായത്ത് നടത്തുവാൻ ഉദ്ദേശിക്കുന്നതെന്നുമുള്ള പ്രചരണം വ്യാപകമാണെന്നുള്ള സാഹചര്യം കമ്മിറ്റി വിശദമായി പരിശോധിച്ചുവെന്നും ഡോക്ടർ കെ രാജശേഖരൻ പറഞ്ഞു. ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ട് അവിടെ തുമ്പൂർമുടി സ്ഥാപിച്ച് മാലിന്യം അവിടെ ഭക്ഷണാവശിഷ്ടങ്ങൾ സംസ്കരിക്കുന്നതിനുള്ള ഒരു സംവിധാനവും അതുപോലെ അവർ കൈ കഴുകുന്നതും ബാത്റൂമിലെ വെള്ളവും എല്ലാം തന്നെ ശുചീകരിക്കുന്നതിനുള്ള ഒരു സംവിധാനവും ഒരുക്കുക എന്നുള്ളത് മാത്രമാണ് പഞ്ചായത്ത് ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടുന്ന പദ്ധതികൾ മാത്രമാണ് നമ്മൾ തുടങ്ങിയിരുന്നത്. എന്നാൽ പുറത്ത് ഈ ചിറ്റുമല ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിലുള്ള ഡയപ്പർ സംസ്കരണത്തിന് വേണ്ടിയിട്ടുള്ള ഇൻസിനറേറ്റർ സ്ഥാപിക്കുന്നതിന് കയർ പാർക്കുമായിട്ട് ബന്ധപ്പെട്ട സ്ഥലം ആവശ്യപ്പെട്ടിരുന്നു എന്നുള്ളത് കൊണ്ട് ഇതെല്ലാം പഞ്ചായത്ത് ഭരണസമിതി നടത്തുന്ന നാട്ടിലുള്ള മുഴുവൻ മാലിന്യങ്ങളും കോളേജ് കോമ്പൗണ്ടിൽ കൊണ്ടുവന്ന് നിക്ഷേപിക്കാൻ പോകുന്നു എന്ന തരത്തിലേക്ക് അവിടെ ഒരു വലിയ പ്രചരണം നടക്കുകയാണ്. കോളേജ് പരിസരത്തെ തെരുവുനായ ശല്യം പരിഹരിക്കുന്നതിന് വേണ്ടി കൂടിയാണ് മാലിന്യ സംസ്കരണ സംവിധാനം സ്ഥാപിക്കുവാൻ ഗ്രാമപഞ്ചായത്ത് തീരുമാനിച്ചതും പ്രോജക്റ്റ് ഏറ്റെടുത്തതും. പ്രോജക്റ്റ് നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായുള്ള പ്ലാന്റ് പനയം ഗ്രാമപഞ്ചായത്ത് പ്രദേശത്ത് സ്ഥാപിക്കുന്നതിനുള്ള അനുമതി നൽകേണ്ടതില്ല എന്നും കമ്മിറ്റി തീരുമാനിച്ചതായും അറിയിച്ചു. വാർത്താ സമ്മേളനത്തിൽ പനയം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജിജി രമേശ്, മെമ്പർമാരായ ഷാജി, വി പി വിധു, രഞ്ജിനി എന്നിവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം.